കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ മൊഡ്യൂൾ 1-ലെ 10ാമത്തെ പാർട്ടാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 9 പാർട്ടുകൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നൊരു ടോപ്പിക്കാണ്. എന്താണ് ഒരു നല്ല ബിൽഡിംഗ് മെറ്റീരിയൽസിന് വേണ്ട ഗുണങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു നല്ലൊരു ബിൽഡിംഗ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത്? ഒരു നല്ലൊരു ബിൽഡിംഗ് മെറ്റീരിയൽസിന് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളുടെ മുന്നിലുള്ള നോട്ട് പാഡിലൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് വേണ്ടതെന്ന്. ഒന്ന് ഓർത്ത് നോക്കി എന്തൊക്കെയായിരിക്കണം വേണ്ടത്. കിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് സ്റ്റോൺ എന്നുള്ളതാണ്. എന്താണ് സ്ട്രക്ചർ ഓഫ് സ്റ്റോൺ എന്നുള്ളത് പറയുന്നത്? അൺസ്ട്രാറ്റിഫൈഡ് സ്ട്രക്ചർ ഈസ് ബെറ്റർ സ്യൂട്ടബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ. നമ്മൾ ഈ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോണിന്. അല്ലേ, നമ്മൾ ഏത് ക്ലാസിഫിക്കേഷനിലാണ്? ബേസിക് ക്ലാസിഫിക്കേഷനായ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്താണ്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്താണ്, ഫോളേറ്റ് റോക്ക് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ പെട്ടുള്ളതാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്. ഈ അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ് കൺസ്ട്രക്ഷന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റോൺ എന്ന് പറയുന്നത്. സ്റ്റോൺ ഓഫ് ഇഗ്നിയസ് ഒറിജിൻ വിൽ ഹാവ് അൺസ്ട്രാറ്റിഫൈഡ് സ്ട്രക്ചർ. ഇഗ്നിയസ് റോക്സ് ആണ് പൊതുവെ നമ്മൾ അൺസ്ട്രാറ്റിഫൈഡ് സ്ട്രക്ചറിൽ പെടുന്നത് അല്ലേ. ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഗ്നിയസ് റോക്സിൽ നിന്ന് ഉരുത്തിരിയുന്ന റോക്കുകൾക്ക് നല്ല സ്ട്രക്ചർ ആയിരിക്കും, അത് അൺസ്ട്രാറ്റിഫൈഡ് സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോൺസ് ആണ് കൺസ്ട്രക്ഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ടെക്സ്ചർ ഓഫ് സ്റ്റോൺസ് ആണ്. സ്റ്റോൺ വിത്ത് ക്രിസ്റ്റലി ടെക്സ്ചർ ആർ ക്ലോസ് ഗ്രെയിൻ ആൻഡ് കോമ്പാക്റ്റ്. ക്രിസ്റ്റലൈൻ ടെക്സ്ചറുള്ള സ്റ്റോൺസുകൾക്കൊക്കെ അതിൻ്റെ ഗ്രെയിൻസ് വളരെ ക്ലോസ് ആയിരിക്കും, അതുപോലെ തന്നെ അത് കോമ്പാക്റ്റ് ആയിരിക്കും, വളരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. അപ്പം ഇത്തരത്തിലുള്ള ടെക്സ്ചറാണ് നമ്മൾ ഒന്ന് പ്രിഫർ ചെയ്യുന്നത്. സ്റ്റോൺസ് വിത്ത് ക്രിസ്റ്റലൈൻ ടെക്സ്ചർ ആർ ക്ലോസ് ഗ്രെയിൻസ് ആൻഡ് കോമ്പാക്റ്റ്. ദേ ഹാവ് ബെറ്റർ വെതർ റെസിസ്റ്റിംഗ് ക്വാളിറ്റീസ്. അതിന് വെതർ റെസിസ്റ്റിംഗ് ക്വാളിറ്റീസ് വളരെയധികം കൂടുതലായിരിക്കും. അത് ക്ലോസ് ഗ്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിനുള്ള വെതർ റെസിസ്റ്റിംഗ് ക്വാളിറ്റീസ് വളരെ നന്നായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. ജനറലി ഇഗ്നിയസ് റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. സാധാരണഗതിയിൽ നമ്മൾ ടെക്സ്ചർ ഓഫ് സ്റ്റോൺസിൽ അതിൻ്റെ ബേസിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ്, ട്രാപ്പ്, ഗ്നീസ്, ഇവയ്ക്കൊക്കെ ക്ലോസ് ഗ്രെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ടെക്സ്ചർ ഓഫ് സ്റ്റോൺസിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റോൺസ് വിത്ത് ക്രിസ്റ്റലൈൻ ടെക്സ്ചർ ആർ ക്ലോസ് ഗ്രെയിൻഡ് ആൻഡ് കോമ്പാക്റ്റ്. ദേ ഹാവ് ബെറ്റർ വെതർ റെസിസ്റ്റിംഗ് ക്വാളിറ്റീസ്. Generally, igneous rocks and metamorphic rocks such as granite, trap, gneiss have close grained and compact structures. മൂന്നാമത് നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് എന്നുള്ളതാണ്. എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ എപ്പോഴും സ്ട്രെങ്ത്തുള്ള സ്റ്റോൺ ആയിരിക്കും ഉപയോഗിക്കുക. സ്ട്രെങ്ത് കുറഞ്ഞ സ്റ്റോൺ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കില്ല, കാരണം അത് പൊട്ടിപ്പൊടിഞ്ഞ് പോകുന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റിയാണ്. നോക്കാം നമുക്ക്. വൈൽ സെലക്ടിങ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺസ്, സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺ ഈസ് ടു ബി കൺസിഡേർഡ്. നമ്മളൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ എടുക്കുന്ന സമയത്ത് സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺ അത് എന്തായാലും പരിഗണിക്കാറുണ്ട് എന്നുള്ളതാണ്. ദെയർ ഷുഡ് സഫിഷ്യൻറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ടു വിത്ത്സ്റ്റാൻഡ് ദ ലോഡ് ടു ബി with which they are subjected. ഒരു സഫിഷ്യൻ്റ് ക്രഷിംഗ് സ്ട്രെങ്ത്
ഉണ്ടായിരിക്കണം ഒരു സ്റ്റോണിന് എന്നാണ് പറയുന്നത്. കാരണം അതിലേക്ക് വരുന്ന ലോഡുകളെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സഫിഷ്യൻറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോണാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. There should be sufficient crushing strength to withstand the load to be which they are subjected. The crushing strength of stone varies from 15 Newton per mm square to 100 Newton per mm square. അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത്ത്, ഒരു സ്റ്റോണിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ബിൽഡിംഗ് സ്റ്റോണിന്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ട സ്റ്റോണിന് വേണ്ട ക്രഷിംഗ് സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ അത് 15 ന്യൂട്ടൺ പെർ mm സ്ക്വയർ മുതൽ 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ വരെ വേരി ചെയ്തിരിക്കും. അതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റോണാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എന്താണ് ഈ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? അതിലേക്ക് കൊടുക്കുന്ന ലോഡ്, എത്ര ഒരു ഏരിയയിൽ കൊടുക്കുന്ന ലോഡ് താങ്ങാനുള്ള കഴിവാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റോണാണ്, ഇതിൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 1/1, അതായത് 1 mm സ്ക്വയർ ആണ് ഏരിയ എങ്കിൽ അതിൽ 15 മുതൽ 100 ന്യൂട്ടൺ വരെ ലോഡ് അപ്ലൈ ചെയ്താൽ അതിന് ബ്രേക്ക് സംഭവിക്കാതിരിക്കുമെങ്കിൽ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ക്രഷിംഗ് സ്ട്രെങ്ത്. നാലാമത്തത് അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് പറഞ്ഞാൽ കാണാനുള്ള ഭംഗി. ഇത് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിസ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫേസ് വർക്ക് ഓഫ് ദ ബിൽഡിംഗ് ഫോർ ദെയർ ആർക്കിടെക്ചറൽ ബ്യൂട്ടി. അപ്പിയറൻസ് എപ്പോഴും നമ്മൾ അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിൻ്റെ ഫേസ്, അത് നമ്മൾ കാണുന്ന ഭാഗം ഏറ്റവും ഭംഗിയുള്ള ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയാണ് അപ്പിയറൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വളരെയധികം ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ അപ്പിയറൻസ് ഒക്കെ ഉള്ള നല്ല ഒരു ബിൽഡിംഗ് കിട്ടാനും വേണ്ടി, ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഉണ്ടാകാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ അപ്പിയറൻസിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് 2 or 3 ടൈപ്പ് ഓഫ് അപ്പിയറൻസ് കാണാൻ അതിൽ അല്ലേ. അത്തരത്തിലുള്ള സ്റ്റോൺസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായ അപ്പിയറൻസ് ഉള്ള സ്റ്റോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത് ഡ്യൂറബിലിറ്റി. ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺസ് ഷുഡ് ഹാവ് റെസിസ്റ്റൻസ് ഫോർ ദ എഫക്റ്റ് ഓഫ് വെതറിംഗ് ഏജൻസീസ് ലൈക്ക് വിൻഡ്, റെയിൻ, ടെമ്പറേച്ചർ എക്സെട്ര. നല്ലൊരു ബിൽഡിംഗ് മെറ്റീരിയലിന് എപ്പോഴും ഈ വെതറിംഗ് ഏജൻസീസായ വിൻഡ്, റെയിൻ, ടെമ്പറേച്ചർ ഇവയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള, ഇതിൻ്റെയൊക്കെ എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഡ്യൂറബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ നല്ല കാറ്റൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മുടെ സ്റ്റോണ് കാറ്റ് കാരണം അതിലുള്ള പൊടിപടലങ്ങളെല്ലാം പറന്നു പോകുന്ന അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് കല്ലാണെങ്കിൽ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിലെ ചെളികളെല്ലാം, അതിലുള്ള മണ്ണിൻ്റെ പാർട്ടുകളെല്ലാം ഒലിച്ചു പോകുന്ന സ്റ്റോണും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പം അത് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അല്ലേ. ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിന് ക്രാക്കുകൾ വരിക, കോൺട്രാക്ഷൻ വരികയൊക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള സ്റ്റോൺസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. The durability of stone depends on its chemical composition, physical structure and its position in the building. Durability അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സ്റ്റോണിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ, ബിൽഡിങ്ങിൽ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിലെ കെമിക്കൽ റിയാക്ഷൻ മൂലം ആ കല്ല് ഡീക്കേ ആയി പോകുന്നത് അത് പ്രശ്നമാണ്. അതുപോലെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചറൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് അതിൽ കോൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാത്ത രീതിയിലുള്ള ഫിസിക്കൽ സ്ട്രക്ചറുള്ള ഒരു സ്റ്റോൺ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പൊസിഷൻ ഇൻ ബിൽഡിംഗ്, ഇത് ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇതുപോലെ മഴയും വെയിലും കാറ്റൊന്നും കൊള്ളാത്ത ഒരു സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, അത് ബിൽഡിംഗ് പൊസിഷനിൽ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡ്യൂറബിലിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഷോ വർക്കിന് കൊടുക്കുന്ന സ്റ്റോൺസ് ആണെങ്കിൽ ഡ്യൂറബിലിറ്റി കൂടും. കാരണം അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അവിടെ കെമിക്കൽ കോമ്പോസിഷനിലുള്ള പ്രത്യേകത മാത്രം നോക്കിയാൽ മതി. ആറാമത്തത് ഹാർഡ്നെസ് ആണ്. ദിസ് ഈസ് ടു ബി കൺസിഡേർഡ് വെൻ സ്റ്റോൺ ആർ സബ്ജക്റ്റഡ് ടു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് വിയർ ആൻഡ് ഫ്രിക്ഷൻ ആസ് ഇൻ ദ കേസ് ഓഫ് ഫ്ലോർ ആൻഡ് പേവ്മെൻറ്റ്. ഈ ഹാർഡ്നെസ് നമ്മൾ പറയുന്നത് നമ്മൾ കല്ല് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത് വാൾ കൺസ്ട്രക്ഷനും അത് മാത്രമല്ല, നമ്മൾ ചില സമയത്ത് ഫ്ലോറിലും അല്ലെങ്കിൽ പേവ്മെൻറ്റിൽ ഫുട് പാത്തിലൊക്കെ നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്.
ഇല്ലേ? ഇങ്ങനെ ഈ ഫുട്പാത്തിലും ഫ്ലോറിലൊക്കെ നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് നടക്കേണ്ടി വരും. അതിലൂടെ ചിലപ്പോൾ വാഹനങ്ങൾ പോവാം, അല്ലെങ്കിൽ ട്രോളികൾ പോലത്തെ മറ്റെന്തെങ്കിലും അതിലൂടെ നമ്മൾ നിരക്കി കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് തേയ്മാനങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഹാർഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തേയ്മാനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും പൊട്ടലൊന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഹാർഡ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Porosity and absorption. Good building stone should not absorb more than 5% of water. നല്ലൊരു ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ അതൊരിക്കലും അതിൻ്റെ വെയ്റ്റിൻ്റെ 5% കൂടുതൽ വെള്ളം എന്ത് ചെയ്യരുത്, അബ്സോർബ് ചെയ്യരുത്, വലിച്ചെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നല്ലൊരു ബിൽഡിംഗ് സ്റ്റോൺ ഒരിക്കലും അതിൻ്റെ വെയ്റ്റിൻ്റെ 5% കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യില്ല. എന്നാൽ എനി സ്റ്റോൺ അബ്സോർബിങ് more than 10% of water, it should be rejected. ഏതെങ്കിലും ഒരു സ്റ്റോണ് ഇൻ കേസ് അത് അതിൻ്റെ വെയ്റ്റിൻ്റെ 10%-ലധികം വെള്ളം അല്ലെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് റിജക്റ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം അബ്സോർപ്ഷൻ ലിമിറ്റ് പറഞ്ഞാൽ 5% ആണ്. 5% മോർ ദാൻ ഒരിക്കലും ഉണ്ടാവരുത്. അതാണ് ഇനി 10% മോർ ദാൻ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് യൂസ് ചെയ്യാനും പാടില്ല. Porosity is mainly due to the void space between the compacted minerals. Porosity ഉണ്ടാവുന്ന വെച്ചാൽ അതിൽ void space ഉണ്ടാകുമ്പോഴാണ്. വെള്ളം വലിച്ചെടുക്കാൻ കാരണം എന്താണ്, അതിനകത്ത് ഒരുപാട് സ്പേസ്, ഒഴിവ് സ്ഥലങ്ങൾ, വോയിഡുകൾ ഉണ്ടായതുകൊണ്ടാണ്, വോയിഡ് സ്പേസ് ഉള്ളതുകൊണ്ടാണ്. വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പോഞ്ച് ഒരുപാട് വെള്ളം കുടിച്ചെടുക്കും അല്ലേ, കാരണം സ്പോഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാട് ദ്വാരങ്ങളുണ്ട്. എന്നാൽ നമ്മളൊരു ഇരുമ്പിൻ്റെ കട്ടി അതേ സൈസിൽ എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും വെള്ളം കുടിക്കില്ല, കാരണം അതിനകത്ത് അങ്ങനെ സ്പേസ് ഇല്ല. അതാണ് പറഞ്ഞത്, ഇതിന് മിനറൽസ് തമ്മിൽ വളരെ കോമ്പാക്റ്റ്, മിനറൽ കോമ്പണൻറ്റ് വളരെ അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ വോയിഡ് സ്പേസ് ഉണ്ടാവില്ല. അപ്പം ഈ മിനറൽ കമ്പോണൻറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇതിൽ വോയിഡ് സ്പേസ് കൊണ്ടുവരുന്നത്. അപ്പം അത് വളരെ അകന്ന് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം അതിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ അത് ബാധിക്കും. അതാണ് പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി എട്ടാമത്തത് ഫെസിലിറ്റി ഫോർ വർക്കിംഗ്. ദിസ് ഫെസിലിറ്റി ഈസ് റിഗാർഡിംഗ് ദ കേസ് with which stones can be cut or dressed into different shape and sizes. ഫെസിലിറ്റി ഫോർ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കല്ല് കോറിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കല്ല് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലൊന്നും ആയിരിക്കില്ല കിട്ടുക, നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ആ സൈസിലേക്ക് മാറ്റണം. ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്കും ഷേപ്പിലേക്കൊക്കെ മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, അടുത്ത വീഡിയോകളിൽ അടുത്ത ക്ലാസ്സുകളായിട്ട് നമ്മളത് പഠിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇതിൽ ചെയ്യാൻ ഉള്ള ഒരു ഫെസിലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിച്ചുള്ള ഫെസിലിറ്റി ഫോർ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ അതിന് പറ്റില്ല, വളരെ ഹാർഡ് ആയിട്ടുള്ള സ്റ്റോണും പറ്റില്ല. വളരെ സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രസ്സിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ടാണെങ്കിൽ ഒരുപാട് വർക്ക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഷേപ്പിൽ സൈസിലും കിട്ടിക്കോണമെന്നില്ല, മറ്റു സ്ഥലത്തുള്ള ക്രാക്കൊക്കെ വരും. അപ്പോൾ അതാണ് ഫെസിലിറ്റി ഫോർ വർക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒമ്പതാമത്തത് സീസണിങ് എന്നുള്ളതാണ്. സ്റ്റോൺസ് ആഫ്റ്റർ റിമൂവിങ് ഫ്രം ക്വാറി കണ്ടെയ്ൻ മോയ്സ്ചർ കാൾഡ് ക്വാറി സാപ്പ്. നമ്മൾ ഒരു സ്റ്റോൺസ് ക്വാറിയിൽ നിന്ന് ക്വാറി ചെയ്തെടുക്കുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിൽക്കും അല്ലേ, ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഇങ്ങനെ അവശേഷിക്കും. അതിന് നമ്മൾ പറഞ്ഞ പേര് ക്വാറി സാപ്പ് എന്നുള്ളതാണ്. ദിസ് മോയ്സ്ചർ മേക്സ് ദ സ്റ്റോൺ സോഫ്റ്റ് ആൻഡ് ലിയബിൾ ടു ഏർലി ഡീകെ വെൻ യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ വർക്ക്. ഈ ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ ഈ ഒരു ക്വാറി സാപ്പ് ഈ സ്റ്റോണിനെ എന്ത് ചെയ്യും, സോഫ്റ്റ് ആക്കും. അതുപോലെ തന്നെ അത് പെട്ടെന്ന് ഡീകെ ചെയ്ത് നശിച്ചു പോകാൻ കാരണമാവും ഇത് നമ്മൾ സ്ട്രക്ചറൽ വർക്കിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു പ്രശ്നമാണ് നമുക്ക്. അതായത് ക്വാറിയിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് കഴിയുമ്പം അതിലൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അത് നമ്മൾ പറയുന്ന പേരാണ് ക്വാറി സ്വാപ്പ്. ഈ ക്വാറി സാപ്പ് അല്ലെങ്കിൽ ഈ മോയ്സ്ചർ ഈ സ്റ്റോണിനെ സോഫ്റ്റ് ആക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ കാരണമാകും. നമ്മൾ സ്ട്രക്ചറൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയക്ക് പറഞ്ഞ പേരാണ് സീസണിങ്. ഇനി എങ്ങനെയാണ് സീസണിങ് ചെയ്യുന്നത്? സീസണിങ് ഈസ് ടു ബി ഡൺ ബൈ കീപ്പിംഗ് ദ സ്റ്റോൺസ് ഈസ് ആൻ ഓപ്പൺ ഷെഡ് ഫോർ അബൌട്ട് 6 to 12 months.
അപ്പം സീസണിങ് നമ്മൾ ഒരു ഓപ്പൺ ഷെഡിൽ 6 മുതൽ 12 മാസം ഈ കോറിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ സ്റ്റോൺസിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഡ്യൂറിങ് ദിസ് ടൈം ബൈ ദ ആക്ഷൻ ഓഫ് സൺ, റെയിൻ ആൻഡ് വിൻഡ് ദ സ്റ്റോൺസ് ബിക്കം മോർ ദാൻ ടഫ്. ഇങ്ങനെ നമ്മൾ 6 മാസം മുതൽ 12 മാസം വരെ ഒരു ഓപ്പൺ ഷെഡിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സമയം കൊണ്ട് സണ്ണിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ റെയിന് അല്ലെങ്കിൽ വിൻഡ് ഒക്കെ കാരണം അതുകൊണ്ടൊക്കെ ഈ സ്റ്റോൺ എന്ത് ചെയ്യും, ഒന്നും കൂടി ടഫായി മാറും. അപ്പോൾ ഈ ഒരു പ്രക്രിയനെ പറഞ്ഞ പേരാണ് നമ്മൾ സീസണിങ് എന്ന് പറഞ്ഞാൽ. അവസാനത്തത് 10ാമത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി. Weight of the stone and specific gravity depends on structure, texture and composition of mineral constituent. ഒരു സ്റ്റോണിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആ ഒരു സ്റ്റോണിൻ്റെ സ്ട്രക്ചർ, ടെക്സ്ചർ അല്ലെങ്കിൽ മിനറൽ കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെ കോമ്പൗണ്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. The stone to be used heavy engineering works, docks, harbors and gravity dams etc. must have high specific gravity. സ്പെസിഫിക് ഗ്രാവിറ്റി ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ആവശ്യം വരുന്നത്, കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആവശ്യം വരുന്നത് ഹെവി എഞ്ചിനീയറിംഗ് വർക്ക്സിനാണ്. നമ്മൾ പുലിമുട്ടൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ കടലിലേക്കൊക്കെ ഇറക്കി വെച്ചിട്ടുള്ള. അതുപോലെ തന്നെ ഡോഗ്സ്, ഹാർബർ, പിന്നെ വലിയ വലിയ ഡാമുകൾ, ഗ്രാവിറ്റി ഡാമുകൾ പോലത്തെ ഡാമുകൾ, നമ്മൾ മലമ്പുഴ ഡാമുകൾ പോലത്തെ ഡാമുകൾ, ഇത്തരത്തിലുള്ള ഡാമുകൾക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ ഹെവി വർക്കുകൾക്കൊക്കെ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള സ്റ്റോൺ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ള ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം 10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ഒരു ബിൽഡിംഗ് സ്റ്റോണിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. നേരത്തെ പറഞ്ഞൊക്കെ ഒന്ന് ഓർത്തിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റത് സ്ട്രക്ചർ ഓഫ് സ്റ്റോൺ, രണ്ടാമത്തത് ടെക്സ്ചർ ഓഫ് സ്റ്റോണ്, മൂന്നാമത്തത് സ്ട്രെങ്ത്, പിന്നെ നാലാമത്തത് അപ്പിയറൻസ്, അഞ്ചാമത്തത് ഡ്യൂറബിലിറ്റി, ആറാമത്തത് ഹാർഡ്നെസ്, porosity and absorption, facility for working, seasoning and specific gravity. ഇങ്ങനെ 10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുള്ളത്. ഒരു ഗുഡ് ബിൽഡിംഗ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള 10 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.